വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർമി വൈബ്സിനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് വീഡിയോ ആണ്. അതായത് നമ്മുടെ ഈ ആർമിക്കാരുടെ ഭാര്യമാരാകുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ വേണമെങ്കിൽ ബെനിഫിറ്റ്സ് ഓഫ് മാരിയിങ്, അല്ലെങ്കിൽ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് മാരിയിങ് ആൻഡ് ആർമി പേഴ്സൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അതാണ് മെയിൻലി ഇന്നത്തെ കണ്ടന്റ് ഈ ഒരു വീഡിയോയുടെ. കാരണം ഞാനൊരു പട്ടാളക്കാരൻ്റെ ഭാര്യയാണ്. അപ്പം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് വരുന്ന കുറേ കാര്യങ്ങളുണ്ട് എൻ്റെ ലൈഫിൽ. അത് ഒരുമാതിരിപ്പെട്ട എല്ലാ പട്ടാളക്കാരന്മാരുടെ ഭാര്യമാർക്കും എന്താ പറയുക, സെയിം സിറ്റുവേഷൻ ആയിരിക്കും. ഞാനിപ്പോൾ ഗോ ത്രൂ ചെയ്യുന്ന കുറേ സർക്കംസ്റ്റൻസസിലൂടെ ആയിരിക്കും ഇവരും ഗോ ത്രൂ ചെയ്യുന്നുണ്ടാവാം. നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. പട്ടാളക്കാരെ കെട്ടുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക, സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു കാര്യവും വരുന്നുണ്ട് നമ്മുടെ ലൈഫിൽ. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരിയിങ് ആർമി മാൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ആണ്. ഓക്കെ, നല്ലത് തന്നെ നമുക്ക് തുടങ്ങാം. കാരണം നമ്മളെപ്പോഴും നല്ല കാര്യങ്ങൾ പറയണമല്ലോ. നമുക്ക് മിക്സ് ചെയ്തിട്ടല്ലെങ്കിൽ സംസാരിക്കാം അല്ലേ. ഇത് ഞാൻ ഈ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് റിലേറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ കൂടെ അല്ല. ഇൻ ദ സെൻസ് ഞങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇയർലി ഒരു 90 days ഒക്കെ ആയിരിക്കും മാക്സിമം. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ എന്താ പറയുക, നമ്മുടെ കുറേ ഫീലിങ്സ് അല്ലെങ്കിൽ നമ്മുടെ മിസ്സിങ് കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ഫേസിൽ നമ്മൾ ജീവിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു 90 ദിവസം നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ പോലും നമ്മൾ അവരിൽ കാണുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്യും. ഓക്കെ, മെയിൻ കാര്യം ഈ ആർമിക്കാരുടെ കുറ്റം അല്ല, പക്ഷെ നല്ല സ്വഭാവമാണ്. അതായത് അവരുടെ ആർമി ക്വാർട്ടറിലും ഏരിയകളിലൊക്കെ എപ്പോഴും രാവിലെ എണീക്കും. ഒരു 5:30 ഒക്കെ ആകുമ്പോൾ എണീക്കും. അതേ ചിട്ട അവർ നാട്ടിൽ വന്നാലും പാലിക്കും. ശരി, നിങ്ങൾ നേരത്തെ എണീറ്റ് ഒരു പ്രശ്നമില്ല, പക്ഷെ കൂടെ ആ ബെഡിൽ കിടക്കുന്ന ഒരാൾക്കാർക്ക് താല്പര്യം ഇല്ലെങ്കിൽ പോലും അവരെ അടിച്ചുണർത്തും. നമ്മൾ 7 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് എണീറ്റോണ്ടിരിക്കുന്ന നമ്മളെയും കൂടി 5 മണിയാകുമ്പോഴത്തോട്ട് വിളിക്കും, 5 മണി എണീക്കെന്ന് പറഞ്ഞിട്ട്. ആൻഡ് അവരെപ്പോഴും എന്താ പറയുക, ഭയങ്കര ഒരു ഫിസിക് കോൺഷ്യസ് ആയിരിക്കും. ലൈക്ക് അവർക്ക് രാവിലെ എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഓടാൻ പോകണം, ചാടാൻ പോകണം. ശരി, നിങ്ങൾ വെക്കുമോ, പക്ഷേ പറ്റില്ല. കൂടെ ഭാര്യമാരും പോകണം, അല്ലെങ്കിൽ നമ്മളും അവരെ പോലെ വർക്കൗട്ട് ചെയ്യണം, എക്സസൈസ് ചെയ്യണം എന്ന് പറഞ്ഞു. നല്ല കാര്യമാണ്, ഇതൊക്കെ ഒരിക്കലും ഒരു മോശമല്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു സെൻസിലല്ല പറയുന്നത്. പക്ഷെ നമുക്ക് താല്പര്യമില്ലെങ്കിലും വി ആർ ഫോഴ്സ്ഡ് ടു ഡു സച്ച് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് അല്ലേ. അത് ഒരു കേസ്. പക്ഷെ ഇതിനെല്ലാം നല്ല വശങ്ങളുണ്ട്, മോശം വശങ്ങളുണ്ട്. നല്ല വശം ആക്ച്വലി ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. രാവിലെ എണീക്കുക, വർക്കൗട്ട് ചെയ്യുക, നല്ല കാര്യങ്ങളാണ്. പക്ഷെ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര മടിയുള്ള ആൾക്കാരാണ്. എനിക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ ആക്ച്വലി ഇനി ഒരു മെറിറ്റ് പറയാം. നമ്മൾ രണ്ട് പറഞ്ഞത് ഒരു ചെറിയൊരു കുറ്റം പോലെ ആണെങ്കിൽ അടുത്തൊരു മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആർമിക്കാരെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മാസവും അവരുടെ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി ക്യാൻറ്റീനിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാം, അതുപോലെ കുപ്പി മേടിക്കാം. നമ്മൾ കുടിക്കണം എന്നില്ല, നമുക്ക് വേണമെങ്കിൽ മറച്ച് വയ്ക്കാം ബ്ലാക്കിന് കുറച്ച് പൈസ കൂട്ടിയിട്ട്. അത് നമുക്കൊരു അടുത്തൊരു ജീവിതമാർഗ്ഗമാണ്. കുടിക്കണമെന്ന് ഒരിക്കലും പറയില്ല, കുടിക്കരുത്, മോശമാണ്, ശിക്ഷാർഹമാണ്. ആൽക്കഹോൾ ഇസ് ഇൻജുറീസ് ടു ഹെൽത്ത്. അതുകൊണ്ട് നമുക്ക് എടുത്തിട്ട് നൈസ് ബ്ലാക്കിന് വിൽക്കാം. അങ്ങനെ ഒത്തിരി പേര് ജീവിക്കുന്നുണ്ടല്ലോ, നമുക്കൊരു അഡീഷണൽ ഇൻകം അങ്ങനെ നമുക്ക് സോഴ്സ് ചെയ്യാൻ പറ്റും. അപ്പം അതൊരു നല്ല ചാൻസ് ആണ്. പിന്നെ ഗ്രോസറി, വീട്ടിലത്തേക്കുള്ള സാധനങ്ങൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ലൈക്ക് അഡീഷണൽ ടാക്സോ കാര്യങ്ങളൊന്നും കൊടുക്കാണ്ട് നമുക്ക് കുറച്ച് വില കുറവിനൊക്കെ നമുക്ക് ഗ്രോസറീസ് നമുക്ക് ഇവരുടെ ക്യാൻറ്റീനിൽ നിന്ന് മേടിക്കാൻ പറ്റും. അപ്പം ഒരു ആർമിക്കാരനെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് അതൊരു ബെനിഫിറ്റാണ്, നല്ലൊരു കാര്യമാണത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭയങ്കര കൃത്യനിഷ്ഠമുള്ള ആൾക്കാരായിരിക്കും. നമുക്ക് ഇന്നൊരു 7 മണിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ 6:30 തൊട്ട് ഇറങ്ങി റെഡിയായി സെറ്റായി നിൽക്കുമായിരിക്കും. പക്ഷേ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും നമ്മൾ ആ ഒരു ടൈം മെയിൻറ്റെയിൻ ചെയ്ത് നോക്കും. എങ്കിലും നമ്മളും അവരിറങ്ങി നിൽക്കുന്ന ആ ഒരു 6:30 തന്നെ. അതായത് അവർക്ക് ആ പറഞ്ഞ ടൈം, ഇപ്പം ഞാനൊരു സ്ഥലത്ത് 7 മണിക്ക് എത്താമെന്ന് പറഞ്ഞാൽ അവർക്ക് ആ 7 മണിക്ക് അവിടെ എത്തണം. ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്കത് ഭയങ്കര പ്രശ്നമാണ്. അപ്പം നമുക്കതൊരു പ്രശ്നമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു പ്രശ്നമാണ്. ഇപ്പം എനിക്കൊക്കെ ഇച്ചിരി മേക്കപ്പ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുന്നില്ലെങ്കിലും ടൈം എടുക്കും, സ്വാഭാവികം. ഇവർക്ക് ജസ്റ്റ് മേക്കപ്പ് ചെയ്ത് കുളിച്ചിറങ്ങി റെഡി ആയി പോയാൽ മതി. നമുക്ക് അങ്ങനെ അല്ലല്ലോ. നമുക്ക് മേക്കപ്പ് ചെയ്യണം, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെ ലൈക്ക് ലോട്ട്സ് ഓഫ് തിങ്സ്. അപ്പം ഇവർ ഭയങ്കര പങ്ക്ച്വൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പിന്നെ പിന്നെ ഒരു ബെസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവരെ കെട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവരുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ടോള് കൊടുക്കണ്ട. കാരണം ടോൾ ഏരിയയിലൊക്കെ ഇവരുടെ ഐ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പോവാം. അപ്പം ടോള് കൊടുക്കേണ്ട, അതൊരു വലിയ കാര്യമാണ്. പിന്നെന്താ ഉള്ളത്, ഇങ്ങനെ കുറേ നല്ല കാര്യങ്ങളുണ്ട്. പിന്നെ ഇവർക്ക് എന്ത് ജോലി ചെയ്യാനും ഒരു മടി ഉണ്ടാവത്തില്ല കേട്ടോ. കാരണം അവരവരുടെ യൂണിറ്റിൽ ക്ലീനിങ് ആയിക്കോട്ടെ, ലൈക്ക് വാഷിംഗ് ആയിക്കോട്ടെ, ലൈക്ക്
കുക്കിംഗ് ആയിക്കോട്ടെ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ആയതുകൊണ്ട് അവർക്ക് ഒരിക്കലും ഒരു കാര്യവും ചെയ്യാൻ മടി ഉണ്ടാവത്തില്ല. അപ്പം അതൊരു നല്ലൊരു പ്ലസ് പോയിന്റ് ആണ് ഇവരുടെ. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഭയങ്കര അടിപൊളി കാര്യമാണ്, അതായത് ഞാൻ ഭയങ്കര പ്രൗഡാണ് ഒരു ആർമിക്കാരൻ്റെ ഭാര്യയാണെന്ന് പറയാൻ. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളോട് റാൻഡംലി ആൾക്കാർ ചോദിക്കുന്നുണ്ടാവും ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു എന്ന്. അപ്പോൾ നമ്മൾ പറയും ഹസ്ബൻഡ് ആർമിയിലാണെന്ന് പറയും. അപ്പോൾ അവരിങ്ങനെ ഓ ആർമിയിലാണോ, ആർമിക്കാരൻ്റെ വൈഫാണോ എന്ന് ചോദിക്കും. ശരിക്കും ആ ഒരു മൊമെന്റ് ഭയങ്കര പ്രൗഡാണ്. കാരണം നമുക്കറിയാം നമ്മുടെ ഭർത്താക്കന്മാരുടെ സ്വഭാവമെങ്കിലും പുറമേ ഉള്ള ആൾക്കാർ ചിന്തിക്കുമ്പോൾ പട്ടാളക്കാരൻ്റെ ഭാര്യ അല്ലെങ്കിൽ രാജ്യം കാക്കുന്ന ആൾക്കാരുടെ ഭാര്യ, ലൈക്ക് അങ്ങനെ ഒരു ഒരു ലേബൽ കിട്ടുന്നത് ശരിക്കും ഭയങ്കര ഒരു അടിപൊളി ഫീലിംഗ് ആണ്. എനിക്ക് അങ്ങനെയാണ്, ഞാൻ പ്രൗഡാണ് ഒരു ആർമിക്കാരൻ്റെ വൈഫാണെന്ന് പറയുന്നതിൽ. പിന്നെന്താ, പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആകും. ശരിക്കും അതിന് രണ്ട് വശങ്ങളുണ്ട്, ലൈക്ക് നല്ല വശമുണ്ട്, ഒരു ദോഷവശമുണ്ട്. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്കൊരു മിസ്സിങ് ഫീൽ ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കായി പോകുന്നു എന്നൊരു തോന്നലുണ്ടാവും. പക്ഷെ സ്റ്റിൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവാൻ ട്രൈ ചെയ്യും. അതായത് നമ്മൾക്ക് തോൾ ചാരി നിൽക്കാൻ ഒരാളില്ല എന്ന് കാണുമ്പോൾ എന്ത് വലിയ ടാസ്ക് ആണെങ്കിലും നമ്മളത് ഒറ്റയ്ക്ക് ട്രൈ ചെയ്യും. അപ്പം ഇപ്പം എൻ്റെ കേസ് തന്നെ, ഹസ്ബൻഡ് നാട്ടിലില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി, അല്ലെങ്കിൽ പുള്ളി ചെയ്യേണ്ട പല കാര്യങ്ങളും ഞാനിവിടെ ചെയ്യുന്നുണ്ട്. അത് ഇപ്പം ഓരോന്നോട് ലിസ്റ്റ് ചെയ്യുന്നതല്ല, പക്ഷെ ഇപ്പം എന്താ പറയുക, ബേസിക് എക്സാമ്പിൾ, കുഞ്ഞിന് വയ്യ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഞാൻ ചെയ്യേണ്ട കാര്യമാണില്ലെന്നല്ല, പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ ആഗ്രഹിക്കും പുള്ളി കൂടി നാട്ടിലുണ്ടായിരുന്നെങ്കിലോ, നമുക്ക് വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ കുഞ്ഞിനെ കൂടി എനിക്ക് ഇവൻ ഡ്രൈവിംഗ് അറിയാമെങ്കിൽ പോലും ആളെ ഒറ്റയ്ക്ക് കാറിലെടുത്ത് കൊണ്ടുപോകാനുള്ള ധൈര്യം, കോൺഫിഡൻസ് എനിക്ക് ആയിട്ടില്ല. ഞാനപ്പോൾ ഒരാളെ കൂടെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആളെ സുഖമായിട്ട് കൊണ്ടുപോകാം. അപ്പം ഇങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ അതിന് നമ്മുടെ ലൈഫ് ഈസി ആകാൻ പല 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 വഴികൾ നമ്മൾ ചിന്തിക്കും. അപ്പം നമ്മൾ ശരിയാണ്, ഒരു സൈഡിൽ നോക്കുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ തോന്നും, സ്വന്തമായിട്ട് ചെയ്യാൻ നമ്മൾ ലൈക്ക് ട്രൈ ചെയ്യും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നടത്തിയെടുക്കും. നമ്മുടെ കോൺഫിഡൻസ് അതുകൊണ്ടൊക്കെ ബൂസ്റ്റ് ആവും. പക്ഷെ ഒരു സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര മിസ്സിങ് ഫീൽ ഉണ്ടാവും. ലൈക്ക് ഓക്കെ ആളില്ല, അപ്പം നമുക്ക് ആളുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനെ എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ നല്ല നല്ല മൊമെന്റ്സ് ഉണ്ടാവും. പിന്നെ മെയിൻലി മിസ്സിങ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ഇവൻസിനൊന്നും ഇവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല. ഇപ്പം ഓണത്തിന് അവർ നാട്ടിലുണ്ടെങ്കിൽ ചിലപ്പോൾ ക്രിസ്മസിന് വരാൻ പറ്റില്ല, അല്ലെങ്കിൽ വിഷുവിന് വരാൻ പറ്റില്ല. എല്ലാ ഇവൻസും അല്ലെങ്കിൽ എല്ലാ സന്തോഷങ്ങളിലും അവർക്ക് നമ്മുടെ കൂടെ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ അവർക്കൊന്നും പങ്കുചേരാൻ പറ്റില്ല. അത് ശരിക്കും പറഞ്ഞ ഒരു ഡ്രോബാക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈൻഡ് ഓഫ്. പക്ഷെ അവർ നാടിനെ അല്ലെങ്കിൽ ഒരു ഫാമിലി അല്ല, അവർ മൾട്ടിപ്പിൾ മില്യൺസ് ഓഫ് ഫാമിലിയെ സേവ് ചെയ്യാനാണ് അവരവിടെ നിൽക്കുന്നത്. എങ്കിലും ഒരു എന്താ പറയുക, ഒരു നമ്മുടെ ഉള്ളിലെ ഒരു എന്താ പറയുക, ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതായത് ഓക്കെ നമ്മുടെ കൂടെ ഇല്ലല്ലോ എന്ന് തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. അപ്പം അതൊക്കെ ഭയങ്കര കൂടുതലാണ്. പിന്നെ എപ്പോഴും ഈ ആർമി അല്ലെങ്കിൽ ആർമി ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ബെനിഫിറ്റ്, അതായത് അവരുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന, ക്വാർട്ടർ കിട്ടി അവരുടെ കൂടെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും. അതായത് ഇവർക്ക് 3 ഇയേഴ്സ് കൂടുമ്പോൾ ഇവരുടെ യൂണിറ്റ് ചേഞ്ച് ആവും. അപ്പോൾ ഇവർക്ക് ട്രാൻസ്ഫർ പല സ്ഥലങ്ങളിലോട്ട് പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് പല കൾച്ചർ നമുക്ക് മനസ്സിലാവും, പല ആൾക്കാരെ നമുക്ക് മീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പല ഭാഷകൾ നമുക്ക് പഠിക്കാം. മനോഹരമായ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് നല്ല രീതിക്ക് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അത് ലൈക്ക് അവരുടെ കൂടെ ക്വാർട്ടർ എടുത്ത് നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ. അപ്പം എൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ആളുടെ കൂടെ ക്വാർട്ടറിൽ നിൽക്കാൻ പറ്റില്ല. കാരണം എനിക്ക് അങ്ങനെ വർക്ക് ഫ്രം ഹോം കിട്ടുന്നൊരു ജോബല്ല. നമുക്ക് ഡെയിലി നമുക്ക് വർക്കിന് പോകണം. അപ്പം കല്യാണം കഴിഞ്ഞ സമയത്താണെങ്കിലും ഞങ്ങൾ തമ്മിലുള്ള ഡീൽ വാസ് ലൈക്ക്, ഞാൻ എത്ര നാൾ പഠിച്ച് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫഷൻ എനിക്കൊരു കാലത്തും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ആൻഡ് ഹി വാസ് ഓക്കെ വിത്ത് ഇറ്റ്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിന് അത് ബാധിക്കുന്നില്ല. ഇപ്പം ഞാൻ ഹാർഡ് കോർ ആയിട്ട് പുള്ളിയെ മിസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പുള്ളി എന്നെ മിസ് ചെയ്യുമ്പം ഒരു 2 ആഴ്ചത്തേക്ക് ലീവ് നമുക്ക് കിട്ടും. ഓക്കെ, 2 ആഴ്ച അല്ലെങ്കിൽ പോലും ഒരു മിനിമം ഒരു 10 ദിവസമെങ്കിലും ലീവ് എടുത്തിട്ട് ഞാൻ പുള്ളി ഇരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഒരു 1-2 വട്ടം ഞാൻ പോയിട്ടുണ്ട്. അപ്പം ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് എനിക്കും ആക്ച്വലി ചെയ്യാൻ പറ്റുന്നുണ്ട്. പുള്ളിയുടെ കൂടെ ഫുൾ ടൈം ഇല്ലെങ്കിൽ പോലും പുള്ളി ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഞാൻ ആ സ്ഥലം കാണാനായിട്ട് മിനിമം ഒരു 2 വീക്സ് എങ്കിലും അവിടെയൊക്കെ പോയി നിന്നിട്ടുണ്ട്, എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പം നോർമൽ ഒരു ആർമി ആൾക്കാരുടെ വൈഫാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല പല ആൾക്കാരെ അവിടെ മീറ്റ് ചെയ്യാം, പല കൾച്ചർ നമുക്ക് ചെയ്യാം. കാരണം ഇപ്പം നോർത്ത് ഇന്ത്യൻസിനൊക്കെ
ഒത്തിരി സെലിബ്രേഷൻസും ഫെസ്റ്റിവൽസും ഒക്കെ ഉണ്ട്. അപ്പം നമ്മളൊരു മിക്സഡ് കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് പട്ടാളക്കാരെ കിട്ടുന്നത് കൊണ്ട് കിട്ടുന്നൊരു ബെനിഫിറ്റ് ആണല്ലോ. പിന്നെ നമുക്ക് കുറേ കാര്യങ്ങളിൽ, അതായത് ഇപ്പം ഒരു പെൺകുഞ്ഞാണ്, സിംഗിൾ ഗേൾ ചൈൽഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കൺസെഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഇവർക്ക് KVയിലൊക്കെ നമുക്ക് പഠിക്കാം, കേന്ദ്ര വിദ്യാലയത്തിലൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് പിള്ളേരെ പഠിപ്പിക്കാം. അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക ബെനിഫിറ്റുള്ള കാര്യങ്ങളല്ലേ. കാരണം ഇപ്പോൾ സ്കൂൾ ഫീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ഒരു സെമസ്റ്ററിൽ തന്നെ ഏതാണ്ട് 1 ലക്ഷം അടുപ്പിച്ചുള്ള ഫീസുകളാണ് ഇപ്പോൾ പല പ്രൈവറ്റ് സ്കൂളിലും വാങ്ങുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കേന്ദ്ര വിദ്യാലയത്തിലൊക്കെ നമ്മളെ പിള്ളേരെ ഫ്രീ ആയിട്ടൊക്കെ പഠിപ്പിക്കാൻ പറ്റും. ഫ്രീ അല്ലെങ്കിൽ പോലും മറ്റുള്ള സ്കൂൾസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു വ്യത്യാസം അമൗണ്ടിൽ അവിടെ വരുന്നുണ്ട്. അപ്പം അതൊക്കെ ശരിക്കും പട്ടാളക്കാരുടെ മക്കൾ അല്ലെങ്കിൽ പട്ടാളക്കാരുടെ ഫാമിലിക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ഉണ്ട്. അപ്പം അവരൊരു കാര്യം ഫാമിലി സാക്രിഫൈസ് ചെയ്യുമ്പോൾ മറ്റൊരു തരത്തിൽ അവർക്ക് അതിനൊരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കോർ മൊമെന്റ്സിലൊന്നും നമുക്ക് അവരെ കിട്ടുന്നുണ്ടാവില്ല, അവരതെല്ലാം മിസ് ചെയ്യുന്നുള്ളൊരു ഫീലും നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് ബേസിക്കലി പട്ടാളക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര സ്റ്റുഡീസ് ആയിരിക്കും. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ചെയ്യണം, ഇന്നതുപോലെ പ്ലാൻ ചെയ്ത് ചെയ്യണം എന്നൊക്കെയാണ് നോർമലി ഉള്ള എല്ലാ പട്ടാളക്കാരന്മാരും ലൈഫിൽ അവർ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ ആർമി ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇനി കമ്മിങ് ടു ദ പോയിന്റ്, ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് എടുത്ത് പറയാം. ഞാൻ ഈ പറഞ്ഞതിൽ ഒരെണ്ണം പോലും എൻ്റെ ലൈഫിൽ നടക്കുന്നില്ല. ഇതൊക്കെ നോർമലി ഉള്ള പട്ടാളക്കാരന്മാരുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അതായത് രാവിലെ 5:30 എണീറ്റ് ഓടാനും ചാടാനും പോകുന്നു, അതുപോലെ 7 മണിക്ക് പോകണമെങ്കിൽ 5:30 എണീറ്റ് റെഡിയായി സെറ്റായിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം വയ്ക്കുന്നുണ്ടെങ്കിൽ അത് പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റാക്കി പോകുന്നു. എൻ്റെ ലൈഫിൽ ഇതൊന്നും നടന്നിട്ടില്ല. എൻ്റെ കെട്ടിയോ ഞാൻ 5:30 എണീച്ചാൽ പോലും പുള്ളി എണീക്കുന്നത് 8 മണിക്കായിരിക്കും. ഓടാച്ചാട് ലീവിന് വന്നു കഴിഞ്ഞതൊക്കെ എന്താണെന്ന് പോലും ആൾക്കറിയില്ല. പിന്നെ 7 മണിക്ക് ഒരു സ്ഥലത്ത് പോകാനുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ 5:59 ഇറങ്ങിയിരിക്കും. ആൾ 7 മണിയാകുമ്പോൾ ഉറക്കം എണീക്കും. 7:30 ആലോചിക്കും കുളിക്കണോ നനയ്ക്കണോ. 8 മണിയാകുമ്പോൾ കുളിക്കാൻ കയറും. പിന്നെ ഒരു 15 മിനിറ്റ് ഫോണിൽ കളിക്കും. 7 മണിക്ക് പോകാൻ പ്ലാൻ ചെയ്ത സ്ഥലത്ത് ഞങ്ങൾ എത്തുന്നത് 9 മണിക്കായിരിക്കും. അതാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു എന്താ പറയുക, പുള്ളിയുടെ ഭയങ്കര വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീവിന് വരുമ്പോൾ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യും, ഇന്ന കാര്യങ്ങളൊക്കെ ഇന്ന ദിവസങ്ങളൊക്കെ സെറ്റ് ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെ എല്ലാം പുള്ളി ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് പോകുന്നതിൻ്റെ തലേ ദിവസം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ എൻ്റെ വായിക്കുന്ന തെറി കേൾക്കും എന്നറിയാന്നുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും പോകുന്നതിൻ്റെ തലേ ദിവസം ഓടിച്ചാടി നടന്ന് സെറ്റ് ചെയ്ത് വയ്ക്കും. കാരണം ലാസ്റ്റ് മിനിറ്റ് ഭയങ്കര റഷായിരിക്കും. ഇന്ന് വരെ പുള്ളി ലീവ് കഴിഞ്ഞ് പോകുന്നത്, സമാധാനത്തിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഒരു 2 ദിവസം മുന്നേ തൊട്ട് തുടങ്ങും, അയ്യോ അത് ചെയ്തില്ല. ലൈക്ക് ഞാനൊരു 4 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച അതാണ്. കാരണം ആള് ഒന്നും ഓർഗനൈസ് ചെയ്ത് ചെയ്യുന്നൊരു വ്യക്തിയല്ല. എല്ലാ പട്ടാളക്കാരും അങ്ങനെയല്ല, എനിക്കറിയാം. പക്ഷെ എൻ്റെ പട്ടാളക്കാരൻ ഇങ്ങനെയാണ്. അപ്പം ലൈക്ക് പക്ഷെ ഇതിലൊക്കെ ഒരു എൻജോയ്മെന്റ് ഞങ്ങൾ രണ്ടുപേരും കണ്ടെത്തുന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും വലിയ പ്രശ്നങ്ങളില്ലാണ്ട് പോകുന്നുണ്ട്. കാരണം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. എങ്കിലും പൊതുവെ ഉള്ള ഒരു ആർമിക്കാരുടെ വൈഫിന്റെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ ഈ പറഞ്ഞ എൻ്റെ പേഴ്സണൽ അഭിപ്രായമല്ല. നോർമലി ഞാൻ ജനറലൈസ് ചെയ്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എന്തെങ്കിലും ബെനിഫിറ്റ്സോ അല്ലെങ്കിൽ മെറിറ്റ്സോ ഡിമെറിറ്റ്സോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ആഡ് ചെയ്തോളൂ. നമുക്ക് ഇനി ഒരു വീഡിയോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിന് മാത്രമുള്ള കണ്ടന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.